എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ യാത്ര നമ്മൾ പോകുന്നത് മൺട്രോത്തുരുത്തിലേക്കാണ്. എല്ലാവർക്കും അറിയാം, കൊല്ലം ജില്ലയിലെ വളരെ പ്രസിദ്ധമായ കേരളത്തിലെ ഒരുപാട് ആൾക്കാർ സഞ്ചാരികൾ വിസിറ്റ് ചെയ്യുന്ന സ്ഥലമാണ് മൺട്രോത്തുരുത്ത്. മൺട്രോത്തുരുത്തിൻ്റെ കാഴ്ചകളിലേക്കാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. കുന്നിക്കോട് നിന്ന് ആരംഭിച്ച യാത്ര കൊട്ടാരക്കര വഴി കുണ്ടറയ്ക്കിപ്പുറം ചീരങ്കാവ് ചെന്നിട്ടാണ് നമ്മൾ മൺട്രോത്തുരുത്തിലേക്ക് പോകുന്നത്. ഏകദേശം 45 മിനിറ്റോളം സമയമെടുത്തു നമ്മൾ വീട്ടിൽ നിന്ന് മൺട്രോത്തുരുത്തിൽ എത്തിച്ചേരുവാനായിട്ട്. മൺട്രോത്തുരുത്തിലെത്തിയാൽ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. മൺട്രോത്തുരുത്തിൽ നമ്മൾ ഒരു പ്രധാന പാതയാണുള്ളത്. ആ പാതയ്ക്ക് ഇരുവശവും ഇങ്ങനെ ആൾക്കാർ വന്ന് ചാടി വീഴും. അതായത് ഇവിടുത്തെ ടൂർ ഓപ്പറേഷനൊക്കെ നടത്തുന്ന ആളുകളാണ്. അവരുടെ വള്ളത്തിൻ്റെയും അല്ലെങ്കിൽ അവരുടെ ടൂർ ഓഫേഴ്സൊക്കെ നമ്മൾ പറയാനും അല്ലെങ്കിൽ ഇൻവൈറ്റ് ചെയ്യാൻ വേണ്ടിയൊക്കെയാണ് സഞ്ചാരികളെ കാത്തു നിൽക്കുന്നതാണ്. പേടിക്കേണ്ട, അവരിങ്ങനെ ചാടി വീഴും റോഡിൻ്റെ ഇരുവശങ്ങളിൽ നിന്നും. അതോടൊപ്പം തന്നെ നമുക്ക് പോകുന്ന വഴിക്കൊക്കെ ഒരുപാട് വീടുകൾ കാണാൻ സാധിക്കും. അതോടൊപ്പം തന്നെ റിസോർട്ടുകൾ കാണാനായിട്ട് സാധിക്കും. മൺട്രോത്തുരുത്തിലേക്ക് KSRTC ബസ് സർവീസ് ലഭ്യമാണ്. കൊല്ലത്ത് നിന്നുകൊണ്ട് അതോടൊപ്പം തന്നെ പുനലൂരിൽ നിന്നൊക്കെ മൺട്രോത്തുരുത്തിലേക്ക് ബസ് സർവീസ് ഉള്ളതായിട്ടാണ് അറിയാൻ സാധിക്കുന്നത്. നമ്മളങ്ങനെ കുറേ യാത്ര ചെയ്ത് മൺട്രോത്തുരുത്തിലെ പ്രധാന ഡെസ്റ്റിനേഷനായ വള്ളങ്ങളുടെയൊക്കെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ നമുക്ക് വള്ളം എടുക്കണം. വള്ളം എടുത്ത് മൺട്രോത്തുരുത്തിലെ കനാലുകളിലൂടെയും കായലിലൂടെയൊക്കെയുള്ള ഒരു 1.5 മണിക്കൂർ 2 മണിക്കൂർ റൈഡാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ ആദ്യം തൊട്ട് അവസാനം വരെ എല്ലാവരും കാണുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും മൺട്രോത്തുരുത്തിലെ മനോഹരമായ കാഴ്ചയിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം. അങ്ങനെ നമ്മൾ മൺട്രോത്തുരുത്തിലെ യാത്ര ആരംഭിക്കുന്നതിന് മുമ്പ് നമ്മളൊരു ബോട്ട്, ഒരു വള്ളം കണ്ടെത്തി. രഘു എന്ന് പറഞ്ഞ ചേട്ടനാണ് നമുക്ക് അതിനുള്ള സൗകര്യം ചെയ്തു തരുന്നത്. 1000 രൂപയാണ് 1 മണിക്കൂറത്തേക്ക് നമ്മൾ ഇവിടെ ഫീസ് കൊടുത്തിരിക്കുന്നത്. 1000 രൂപ വർത്താണെന്ന് നമുക്ക് കണ്ടറിയാം. കാരണം 1 മണിക്കൂർ കൊണ്ട് മൺട്രോത്തുരുത്തിലെ കാഴ്ചകളെ കണ്ടു തീർക്കാൻ പറ്റുമോയെന്ന് അറിയില്ല. എങ്കിലും നമുക്ക് മാക്സിമം നോക്കാം. അല്ലെങ്കിൽ കുറച്ച് സമയം കൂടെ എക്സ്റ്റെൻഡ് ചെയ്യേണ്ടി വരും. എങ്കിലും അതൊക്കെ പറഞ്ഞുറപ്പിച്ച് നമ്മൾ യാത്ര ആരംഭിക്കുകയാണ്. മൺട്രോത്തുരുത്തിലെ കനാലുകളും കായലുകളും ഒക്കെ കണ്ട് അങ്ങനെ സൈലന്റ് ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകാം. വളരെ മനോഹരമായ യാത്ര അങ്ങനെ ആരംഭിച്ചിരിക്കുകയാണ്. എൻ്റെ കൂടെ എൻ്റെ സുഹൃത്ത് രാജുവുമുണ്ട്.
കൊല്ലം ജില്ലയിലെ അഷ്ടമുടി കായലിനും കല്ലടയാറിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ദ്വീപ സമൂഹമാണ് മൺട്രോത്തുരുത്ത് എന്ന് പറയുന്നത്. കൊല്ലം താലൂക്കിലെ ചിറ്റുമല ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിൽ ഉൾപ്പെടുന്ന ഒരു ഗ്രാമപഞ്ചായത്താണ് മൺട്രോത്തുരുത്ത്. ഈ പ്രദേശത്തിന്റെ ആകെ വിസ്തീർണം 13.5 ചതുരശ്ര കിലോമീറ്റർ ആണ്. ഇവിടെ എത്തുന്നതിന് റോഡും റെയിൽ ഗതാഗത ജലഗതാഗത സൗകര്യങ്ങൾ ലഭ്യമാണ്. കൊല്ലം പട്ടണത്തിൽ നിന്ന് റോഡ് വഴി ഏകദേശം 25 കിലോമീറ്റർ ദൂരമുണ്ട് മൺട്രോത്തുരുത്തിന്. മൺട്രോത്തുരുത്തിലെ ആകെ ജനസംഖ്യ 10,000-ൽ താഴെയാണ്. തെങ്ങും നെല്ലും മത്സ്യവുമാണ് ഇവിടുത്തെ പ്രധാന കൃഷി. തെങ്ങ് കൃഷിക്ക് അനുയോജ്യമായ മണ്ണാണ് ഇവിടെ ഉള്ളത്. കൃഷി, മത്സ്യബന്ധനം, കയറുപിരി, വിനോദസഞ്ചാരം എന്നിവയാണ് ഇവിടുത്തെ പ്രധാന തൊഴിൽ മേഖലകൾ. തിരുവിതാംകൂർ ദിവാനായിരുന്ന കേണൽ മൺട്രോയുടെ സ്മരണാർത്ഥമാണ് ഈ ദ്വീപിന് മൺട്രോത്തുരുത്ത് എന്ന പേര് ലഭിച്ചിരിക്കുന്നത്. നമ്മൾ ആദ്യമായിട്ട് കാണാൻ പോകുന്നത് കായലിന് നടുവിൽ ഇറങ്ങി നിൽക്കാൻ പറ്റുന്ന ഒരു സ്പോട്ടുണ്ട് മൺട്രോത്തുരുത്തില്. അവിടേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത്. കായലിനുള്ളില് ഒരു മണൽത്തിട്ടയിലാണ് ഈ ഒരു സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. ഒരു കണ്ടൽ ചെടി മാത്രം ഉയർന്നു നിൽക്കുന്ന ഒരു പ്രദേശമാണിത്. ഇവിടെ വരുന്ന സഞ്ചാരികൾ ഇവിടെ വന്ന് ഇറങ്ങി നിന്ന് ഇവിടുന്ന് ഫോട്ടോയൊക്കെ എടുത്താണ് പോകാറുള്ളത്. വിശാലമായ കായൽ പരപ്പിന്റെ കാഴ്ചകൾ കണ്ടതിന് ശേഷം നമ്മൾ മൺട്രോത്തുരുത്തിന്റെ പ്രധാന ആകർഷണമായ കണ്ടൽക്കാടുകൾ തിങ്ങി നിൽക്കുന്ന കനാലുകൾക്കിടയിലൂടെയുള്ള യാത്ര ആരംഭിച്ചിരിക്കുകയാണ്. മൺട്രോത്തുരുത്തിലെ യാത്രയിൽ എന്നെ കൂടുതൽ ആകർഷിച്ചത് ഇവിടുത്തെ നിശബ്ദതയാണ്. ഇവിടെ വരുന്ന സഞ്ചാരികളായാലും ഇവിടെ എത്രത്തോളം അച്ചടക്കത്തോടെയാണ് ഈ ടൂറിസം ആസ്വദിക്കുന്നതെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. മൺട്രോത്തുരുത്തിന് ഒരുപാട് ചരിത്രം പറയാനായിട്ട് കഴിയുന്ന ഒരു സ്ഥലമാണ്. കല്ലടയാറ് അഷ്ടമുടിക്കായലുമായി സംഗമിക്കുന്ന പ്രദേശത്ത് രൂപപ്പെട്ട ചെറുദ്വീപുകളുടെ സമൂഹമാണ് മൺട്രോത്തുരുത്ത്. പ്രകൃതി വിഭവങ്ങളാൽ സമ്പന്നമായിരുന്നു ഈ പ്രദേശം. ഒറ്റപ്പെട്ട് കഴിഞ്ഞിരുന്ന ഒരു ദ്വീപായിരുന്നെങ്കിലും സാമൂഹ്യ രാഷ്ട്രീയ രംഗങ്ങളിലും സൗകര്യങ്ങളിലും വളരെ ശ്രദ്ധേയമായ സ്ഥാനവും ചരിത്രവുമുള്ള ഒരു പ്രദേശമാണ് മൺട്രോത്തുരുത്ത്. കല്ലടയാറിന്റെയും അഷ്ടമുടി കായലിന്റെയും ഇടയിൽ ചെറിയ ദ്വീപുകളായി കണ്ടിരുന്ന ഈ പ്രദേശം അതിർത്തി എന്ന പേരിലാണ് മുൻപ് അറിയപ്പെട്ടിരുന്നത്. അഴിമുഖങ്ങളിലും ചതുപ്പുകളിലും കായലോരങ്ങളിലും വളരുന്ന വൃക്ഷങ്ങളും കുറ്റിച്ചെടികളും അടങ്ങുന്ന സങ്കീർണമായ ഒരു ആവാസ വ്യവസ്ഥയാണ് കണ്ടൽക്കാടുകൾ. കണ്ടൽ മരങ്ങളും അവയുടെ കൂടെ വളരുന്ന കണ്ടലിതര സസ്യങ്ങളും ഈ പ്രദേശങ്ങളിൽ ഇടതിങ്ങി വളരുന്നു. പുഴയും കടലും ചേരുന്നിടത്തുള്ള ഉപ്പ് കലർന്ന വെള്ളത്തിൽ വളരുന്ന ഇവയെ കണ്ടൽ ചെടികൾ എന്നാണ് നമ്മൾ വിളിക്കുന്നത്. വേലിയേറ്റ സമയത്ത് ജലാവൃതമായും വേലിയിറക്ക സമയത്ത് അനാവൃതവുമായ അന്തരീക്ഷവുമായി ബന്ധപ്പെടുന്ന തണ്ണീർത്തടങ്ങളിലെ ചതുപ്പ് നിലങ്ങളിലാണ് സാധാരണയായി കണ്ടൽക്കാടുകൾ വളരുന്നത്. 80 രാജ്യങ്ങളിലായി ഏകദേശം 1.4 കോടി ഹെക്ടർ പ്രദേശത്ത് കണ്ടൽക്കാടുകൾ ഉണ്ടെന്ന് കണക്കാക്കപ്പെടുന്നു. ഇന്ത്യയിൽ 6,740 ചതുരശ്ര കിലോമീറ്റർ പ്രദേശത്ത് ഇവ കാണപ്പെടുന്നതാണെന്ന് കണക്ക്. ഇന്ത്യയിൽ 6,740 ചതുരശ്ര കിലോമീറ്ററിലാണ് കണ്ടൽക്കാടുകൾ കാണപ്പെടുന്നത്. അതിലധികവും ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളുടെ കിഴക്കൻ തീരങ്ങളിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഭൂമിയിലെ ഏറ്റവും ജൈവസമ്പന്ന ആവാസ വ്യവസ്ഥകളിൽ പ്രധാനപ്പെട്ടവയാണ് കണ്ടൽക്കാടുകൾ. ഉഷ്ണമേഖലാ കാടുകൾ ആഗിരണം ചെയ്യുന്ന കാർബണിനേക്കാൾ 50 ഇരട്ടി കാർബൺ വലിച്ചെടുക്കാനുള്ള ശേഷി ഈ കണ്ടൽക്കാടുകൾക്കുണ്ട്. അതുവഴി അന്തരീക്ഷ മലിനീകരണം ഒരു പരിധിവരെ കുറയ്ക്കാൻ ഇവ സഹായിക്കുന്നു. അതോടൊപ്പം ഇവ ധാരാളം ഓക്സിജൻ പുറത്തുവിടുന്നു.
വ്യത്യസ്ത ഇനം മത്സ്യങ്ങളടക്കമുള്ള ജലജീവികൾക്ക് സുരക്ഷിതമായി ജീവിക്കാനും പ്രജനനം നടത്താനും പക്ഷികൾക്ക് കൂടുകൂട്ടാനും ഈ പ്രദേശങ്ങൾ അഭികാമ്യമാണ്. മാത്രമല്ല, പ്രകൃതി ദുരന്തങ്ങളെ ചെറുക്കാനും കണ്ടൽക്കാടുകൾക്ക് അത്ഭുതകരമായ ശേഷിയുണ്ട്. ജലാശയങ്ങൾക്ക് സമീപം കണ്ടൽ ചെടികൾ നട്ടുവളർത്തുക, കണ്ടൽക്കാടുകൾ സംരക്ഷിക്കുക എന്നതാണ് പരിസ്ഥിതി സംരക്ഷണത്തിന് ഫലപ്രദമായ ഒരു മാർഗം. കേരളത്തിൽ കല്ലേൻ പൊക്കുടൻ കണ്ടൽക്കാടുകളുടെ സംരക്ഷണത്തിനായി പ്രവർത്തിച്ച ഒരു പരിസ്ഥിതി പ്രവർത്തകനാണ്. ഇത്തരം കണ്ടൽക്കാടുകളെ റിസർവ് വനമാക്കി മാറ്റിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനമാണ് പശ്ചിമ ബംഗാൾ. ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടൽക്കാട് ഇന്ത്യയിലാണ് സ്ഥിതി ചെയ്യുന്നത്. മൺട്രോത്തുരുത്ത് സ്വദേശിയായ രഘുചേട്ടനാണ് നമ്മുടെ സാരഥി. നല്ല ഒരു മനുഷ്യനാണ്. ഇവിടുത്തെ കാര്യങ്ങളും വൈവിധ്യങ്ങളായ പ്രകൃതിയെക്കുറിച്ചൊക്കെ രഘുചേട്ടന് നല്ല അറിവുണ്ട്. അദ്ദേഹം അതൊക്കെ നമുക്ക് വിവരിച്ചു തരുന്നുണ്ട്. മൺട്രോത്തുരുത്തിലെ ഈ കാഴ്ചകൾ കാണാനായിട്ട് നമ്മൾ യാത്ര ചെയ്യുന്നത് കെട്ടുവള്ളങ്ങളിലാണ്. ചെറിയ യാത്രാ വള്ളങ്ങളാണത്. എഞ്ചിൻ ഉപയോഗിച്ചുള്ള വള്ളങ്ങൾ ഞാനിവിടെ കണ്ടില്ല. ഇവിടെ സാധാരണയായി ഉപയോഗിക്കാറില്ല. ഈ ടൂറിസത്തിന്റെ ഭാഗമായിട്ട് ഉപയോഗിക്കുന്നതെല്ലാം കെട്ടുവള്ളങ്ങളാണ്. നമ്മൾ ഇപ്പോൾ അഷ്ടമുടിക്കായലിന്റെ പ്രദേശത്തേക്ക് വീണ്ടും വന്നിരിക്കുകയാണ്. ഇനി നമ്മൾ ഉള്ളിലേക്ക്, അതായത് മൺട്രോത്തുരുത്തിന്റെ കനാലുകളിലെ കാഴ്ചകളിലേക്ക്, ഗ്രാമങ്ങളിലെ കാഴ്ചയിലേക്ക് വീണ്ടും നമ്മൾ പ്രവേശിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ പോകുന്നത് മൺട്രോത്തുരുത്തിലെ ഉള്ളില്, അതായത് കനാലുകളിലൂടെ നമ്മൾ കാണാൻ പോകുന്നത് ഇതിനുള്ളിൽ കൃഷി ചെയ്യുന്ന കൃഷിപ്പാടങ്ങളാണ്. അതായത് ചെമ്മീൻ കൃഷിയും ഞണ്ടും കൊഞ്ചൊക്കെ കൃഷി ചെയ്യുന്ന പാടങ്ങളാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുക. ഈ കാര്യങ്ങളെക്കുറിച്ചെല്ലാം രഘുചേട്ടൻ നമുക്ക് വിശദമായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. നമ്മൾ പോകുന്ന വഴിയിൽ ആൾക്കാർ താമസിക്കുന്ന വീടുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമ്മളിപ്പോൾ കാണുന്നത് ഒരു ചെമ്മീൻ കൃഷി ചെയ്യുന്ന ഒരു പാടമാണ്. ഇതുപോലെ നിരവധി മത്സ്യകൃഷിയും ചെമ്മീൻ കൃഷിയും ഒക്കെ നടത്തുന്ന പാടങ്ങളും കൃഷി ചെയ്യുന്ന ഏരിയകളൊക്കെ നമുക്ക് ഈ പോകുന്ന യാത്രയിൽ നമുക്ക് തുടർന്ന് കാണാൻ സാധിക്കും. ഒപ്പം തന്നെ ഇവിടുന്ന് ഈ കായലിന്റെ പ്രദേശങ്ങളിൽ നിന്നൊക്കെ കക്കാവാരിയും മത്സ്യബന്ധനമൊക്കെ നടത്തി ജീവിക്കുന്ന ആളുകളാണ് ഇവിടെ കൂടുതലും. നമുക്ക് അവരെയും കുറച്ച് പേരെ ഈ പോകുന്ന യാത്രയിലായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിഞ്ഞു. നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്ന വള്ളത്തിനും ഒരുപാട് പ്രത്യേകതകളുണ്ട്. നമ്മൾ കേരളത്തിൽ പരക്കെ കാണപ്പെടുന്ന പൂരവള്ളങ്ങളുടെ പൂർവ്വരൂപമായിരുന്ന കെട്ടുവള്ളങ്ങൾ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ മൺട്രോത്തുരുത്തിൽ ഉപയോഗിച്ചിരുന്നു. അതുപോലൊരു വള്ളത്തിലാണ് നമ്മൾ ഇപ്പോഴും യാത്ര ചെയ്യുന്നത്. കിടക്കാനും പാചകം ചെയ്യാനും കെട്ടുറപ്പുള്ള ഒരു ചെറിയ മുറിയും ചരക്ക് കയറ്റുന്നതിനുള്ള സൗകര്യവും ഈ വള്ളങ്ങളിൽ ഉണ്ടായിരുന്നു. നീളൻ മുളകൾ ഉപയോഗിച്ച് ഊന്നിയാണ്, പിന്നെ കാറ്റിൻ്റെ സഹായത്തോടു കൂടിയൊക്കെയാണ് ഈ വള്ളത്തിൽ നമുക്ക് യാത്ര ചെയ്യാൻ സാധിക്കുക. കയർ, തേങ്ങ, കൊപ്ര, വെളിച്ചെണ്ണ തുടങ്ങിയ വിപണന ഉൽപ്പന്നങ്ങൾ കച്ചവടത്തിനായി പുറം നാടുകളിൽ എത്തിച്ചിരുന്നതും ഈ വലിയ കെട്ടുവള്ളങ്ങൾ ഉപയോഗിച്ചായിരുന്നു. കുടുംബസമേതമുള്ള തീർത്ഥയാത്രയ്ക്കും വെള്ളപ്പൊക്ക കാലങ്ങളിൽ അഭയം കണ്ടെത്തുന്നതിനും ഇത്തരം വള്ളങ്ങൾ ഇവിടെ ഉപയോഗിച്ചിരുന്നതായിട്ട് ചരിത്രം പറയുന്നു. ഇവിടെ നിന്നും കൊടുങ്ങല്ലൂർ പൂരം കാണുവാൻ ആളുകൾ കുടുംബസമേതം കെട്ടുവള്ളങ്ങളിൽ പോകുന്ന പതിവുണ്ടായിരുന്നതായും ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. വള്ളം അങ്ങനെ നമ്മുടെ മൺട്രോത്തുരുത്തിന്റെ പ്രധാനമായ പാതയുടെ ഓരത്താണ് ഇപ്പോൾ ആയിരിക്കുന്നത്. വാഹനങ്ങൾ പോകുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇല്ല, രണ്ടുപേര് പോരുന്ന മടവല കണ്ടോ? ഇതിന് പോയിരിക്കാൻ
ഇഷ്ടംപോലെ മീൻ കിട്ടും. ഒരു പന്ന ചുണ്ടാക്കി കാടല്ലേ മീനാണോ? കരിമീന തൊണ്ടോ മീൻ എല്ലാം ചോദിക്കാം. ഓ ഹലോ ചേട്ടാ, മീനുണ്ടോ? മീൻ കിട്ടിയോ? ഇല്ലയോ? മോശമാണോടെ? മോശമാണ്, ഒന്നുമില്ല. പറ്റായിരുന്നു കണ്ടായിരുന്നില്ല. കരിമീൻ വള്ളത്തിൽ ഇല്ലേ? കണ്ണമ്പള്ളത്തിൽ ഇല്ല. കണ്ണമ്പള്ളത്തിൽ കുറവായപ്പോൾ കരിമീൻ വള്ളത്തിൽ പിന്നെയും കൂടുതൽ. അത്യാവശ്യം അവരുടെ കാര്യങ്ങൾക്കൊക്കെ വേണ്ടി കേട്ടോ. അവരുടെ നമ്മളെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്നത് ഈ മൺട്രോത്തുരത്തിന്റെ വൃത്തിയാണ്, നീറ്റ്നെസ് ആണ്. വളരെ വൃത്തിയായിട്ട് തന്നെ ഇവരിവിടെ മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നു. ഇവിടെ വരുന്ന സഞ്ചാരികളും അതുപോലെ തന്നെ കീപ്പ് ചെയ്യുന്നുണ്ട്. അത് നമുക്ക് ഇവിടുത്തെ കാഴ്ചകളിൽ നിന്നൊക്കെ കാണാനായിട്ട് സാധിക്കും. വലിയ പാരിസ്ഥിതിക പ്രശ്നങ്ങളൊക്കെ ഉള്ള ഒരു സ്ഥലമാണെങ്കിൽ കൂടി വലിയ വലിയ വീടുകളൊക്കെ നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഈ കനാൽ യാത്രകളുടെ വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ കൂടെ വരുന്ന ചെറിയ പാലങ്ങളും കലുങ്കുകളൊക്കെയാണ്. അതിങ്ങനെ പാസ് ചെയ്യുന്നത് അത് വ്യത്യസ്തമായ ഒരു അനുഭവമാണ് സഞ്ചാരികൾക്ക് നൽകി പോരുന്നത്. ഈ വള്ളം ഊന്നുന്നത് വലിയ ശ്രമകരമായ ജോലിയാണ്. നമ്മൾ ഈ കാണുന്നത് പോലെ വലിയ സിമ്പിളായിട്ടുള്ളൊരു ജോലി അല്ലത്. അതുമാത്രമല്ല, ഈ പ്രദേശങ്ങളെക്കുറിച്ച് ഏകദേശം എല്ലാ കാര്യങ്ങളും ഇവർ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഒരു ടൂർ ഗൈഡും വിത്ത് വള്ളം ഒക്കെ ഓപ്പറേറ്റ് ചെയ്യുന്ന വലിയൊരു ജോലിയാണ് ഇവർ ചെയ്യുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ കൂടെയുള്ള രഘുചേട്ടൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരികയൊക്കെ ചെയ്തിട്ടുണ്ട്. നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഇവിടെ ഒരു കൺസ്ട്രക്ഷൻ നടക്കുന്നതാണ്. അതിനപ്പുറം ഒരു ചെമ്മീൻ കൃഷി നടത്തുന്ന ഒരു ഏരിയയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വലിയ പാരിസ്ഥിതിക പ്രശ്നങ്ങളിലൂടെയാണ് ഈ പ്രദേശം കടന്നു പോകുന്നത്. പരപ്പാർ ഡാമിന്റെ, അതായത് തെന്മല ഡാമിന്റെ നിർമ്മാണത്തിന് ശേഷം കല്ലടയാറിൽ നിന്നുള്ള ഒഴുക്ക് നിലയ്ക്കുകയും കായലിൽ നിന്നുള്ള ഓരുജലം കയറി ഇവിടെ ഉണ്ടായിരുന്ന നെൽകൃഷി ഏതാണ്ട് പൂർണ്ണമായി നശിക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത്. അമിതമായ ഉപ്പിന്റെ അംശവും ജലം ഉയർന്നതും കാരണം ഇവിടെ ഉണ്ടായിരുന്ന തെങ്ങ് കൃഷിയും നശിപ്പിക്കപ്പെട്ടു. ഈ പ്രദേശം നിലവിൽ ഒരു മുങ്ങിപ്പോകൽ ഭീഷണിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടുത്തെ ആളുകൾ കടന്നു പോകുന്നത്. നമ്മുടെ മൺട്രോത്തുരത്തിലെ യാത്ര ഏകദേശം അവസാനിക്കാറായിരിക്കുകയാണ്. നമുക്ക് കാണാനായിട്ട് സാധിക്കും, നമുക്കെതിരെ ഒരു സഞ്ചാരികൾ സഞ്ചരിക്കുന്ന ഒരു കെട്ടുവള്ളം വരുന്നത് കാണാനായിട്ട് കഴിയും. നമുക്കിനി ഇവിടെ ഒരു ഡച്ച് പള്ളിയുണ്ട്. വളരെ പ്രശസ്തമായിട്ടുള്ള, വളരെ പുരാതനമായിട്ട് ഇവിടെ സ്ഥാപിക്കപ്പെട്ട ഒരു ഡച്ച് പള്ളി ഇവിടെയുണ്ട് മൺട്രോത്തുരത്തിൽ. നമുക്കത് അടുത്ത എപ്പിസോഡിൽ കാണാനായിട്ട് നമുക്ക് സാധിക്കും. നമ്മുടെ ഫിനിഷിംഗ് പോയിന്റിലേക്ക് നമ്മൾ പോകുകയാണ്. വളരെ മനോഹരമായ യാത്രയാണ് ഈ ഒരു മൺട്രോത്തുരത്ത് യാത്രയിൽ നമുക്ക് കാണാനായിട്ട് കഴിഞ്ഞത്. ഈ വളരെ വ്യത്യസ്തമായ ഭൂപ്രദേശത്തിന്റെ ഭംഗി മനസ്സ് നിറയെ ആസ്വദിക്കാനായിട്ട് സാധിച്ചു.
അങ്ങനെ മൺട്രോത്തുരുത്തിലെ കാഴ്ചകൾ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. നമ്മുടെ റൈഡ് അവസാനിച്ചിരിക്കുന്നു. നമുക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നതും നമ്മുടെ വള്ളമൊക്കെ കൊണ്ടുപോയി എല്ലാ കാര്യങ്ങളും മൺട്രോത്തുരുത്തിനെ കുറിച്ച് വിശദമായി പറഞ്ഞു തരികയും ചെയ്തത് നമ്മുടെ രഘുചേട്ടനാണ്. രഘുചേട്ടന് ഒത്തിരി നന്ദി. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഇവിടെ വരാൻ ആഗ്രഹിക്കുന്നവർക്ക് രഘുചേട്ടനെ കോൺടാക്ട് ചെയ്യാം. ഇവിടെ വരുന്നതിന് മുമ്പ് വിളിച്ചു പറഞ്ഞ് വള്ളമൊക്കെ ബുക്ക് ചെയ്ത് നിങ്ങൾക്ക് രഘുചേട്ടൻ്റെ വള്ളത്തിൽ തന്നെ പോയിട്ട് മൺട്രോത്തുരുത്തൊക്കെ കാണാനുള്ള സൗകര്യമുണ്ട്. എന്താവശ്യത്തിനും വിളിക്കാം അദ്ദേഹത്തിൻ്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതോടൊപ്പം തന്നെ ഇപ്പോൾ പറയുകയും ചെയ്യാം, 94 96 30 2707 ഇതാണ് രഘുചേട്ടൻ്റെ നമ്പർ. അപ്പോൾ നല്ലൊരു കാഴ്ച അല്ലെങ്കിൽ നല്ലൊരു യാത്ര സമ്മാനിച്ച രഘുചേട്ടന് പ്രത്യേകം നന്ദി പറയുകയാണ്. താങ്ക് യു ചേട്ടാ.